ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള വിവാദത്തിന് പിന്നിൽ രാഷ്ട്രീയ ഗൂഢാലോചന ആരോപിച്ച് മുഖ്യമന്ത്രി. ആഗോള അയ്യപ്പ സംഗമത്തെ മറ്റൊരു തലത്തിലെത്തിക്കാനാണ് ആരോപണങ്ങൾ ഉന്നയിച്ചത്. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പോലുള്ള അവതാരങ്ങൾ പലയിടത്തുമുണ്ടാകും. ഏതെങ്കിലും കുറ്റവാളികൾ ഉണ്ടെങ്കിൽ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുമെന്നും മുഖ്യമന്ത്രി ഡൽഹിയിൽ പറഞ്ഞു. ആ പോറ്റി ഒരു ദിവസം ഒരു വെളിപ്പെടുത്തൽ നടത്തുകയാണല്ലോ. ആ വെളിപ്പെടുത്തൽ അവിടുത്തെ ചില കാര്യങ്ങൾ കാണാനില്ല എന്നുള്ളതായിരുന്നു. വ്യക്തമായ ഗൂഢാലോചനയുടെ ഭാഗമായി നടന്നൊരു കാര്യമായിരുന്നു അത്. ആ ഘട്ടത്തിൽ നടക്കുന്ന അയ്യപ്പ സംഗമം, ആഗോള സംഗമം, ആ ആഗോള സംഗമത്തെ മറ്റൊരു തരത്തിലേക്ക് എത്തിക്കുക, അതിനുവേണ്ടിയുള്ള ഒരു ഗൂഢാലോചനയുടെ ഭാഗമായി ഈ പോറ്റിയടക്കം ഇത്തരമൊരു ആരോപണം ഉന്നയിക്കുകയായിരുന്നു. ആ ഗൂഢാലോചനയിൽ പങ്കാളികളായവരെക്കുറിച്ച് അത്ര കണ്ട് പുറത്തു വരരുത് എന്ന് പലർക്കും നിർബന്ധമുള്ളതുകൊണ്ട് അതങ്ങനെ വന്നില്ല എന്നാണ് തോന്നുന്നത്. എല്ലാ രാഷ്ട്രീയ തലത്തിലല്ലാതെ വേറൊരു ഗൂഢാലോചന വരില്ലാരും. ഈ അയ്യപ്പ സംഗമം എന്നത് നടന്നുകൂടാതെന്ന് നിർബന്ധമുണ്ടായിരുന്ന ചില ആൾക്കാരുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവർ അയ്യപ്പ സംഗമത്തെ തകർക്കാൻ വേണ്ടി മാത്രമല്ല, ബദൽ സംഗമം നടത്താൻ പറ്റുമെന്നും ആലോചിച്ചിരുന്നു. അത്തരം ശക്തികൾക്കൊക്കെയുള്ള പങ്ക് എന്താണെന്ന് അന്വേഷിക്കേണ്ടതായിട്ട് വരും. ഈ അന്വേഷണം കൃത്യമായി നടക്കട്ടെ. ആ അന്വേഷണം നടന്നാലുണ്ടാകുന്ന ഗുണം, ഇതിലാരൊക്കെ നേരിട്ട് പങ്കാളിത്തം വഹിച്ചിട്ടുണ്ട്, ആരൊക്കെ പുറമേ നിന്ന് സഹായിച്ചിട്ടുണ്ട്, പുറമേ നിന്നുള്ള പങ്കാളിത്തം ആർക്കൊക്കെ ഉണ്ട്, അത്തരം കാര്യങ്ങളിലേക്കൊക്കെ പോകും. അപ്പോൾ അവരെല്ലാം നിയമത്തിൻ്റെ കരങ്ങളിൽ എത്തപ്പെടും. അത് വരെ കാക്കാം നമുക്ക്.